രാജ്യസഭാംഗത്വം ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സദാനന്ദൻ. തനിക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായ കാലത്ത് നിരവധി ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട്. സമാധാനത്തിനു വേണ്ടിയാണ് അന്നും എന്നും നിലകൊള്ളുന്നതെന്നും ശ്രീ സദാനന്ദൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഒരു കാലത്ത് വാർത്താക്കോളങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ചായിരുന്നു. ഒട്ടേറെ ആളുകൾക്ക് അതിൻ്റെ ഭാഗമായി മുറിവേൽക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരാളാണ് സദാനന്ദൻ മാഷിനെ ഇപ്പോൾ മാഷിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ പുതിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. മാഷെ എങ്ങനെ കാണുന്നു പുതിയൊരു സ്ഥാനലബ്ധി? അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടെ ഈ നിയോഗത്തെ സ്വീകരിക്കുകയാണ്. കേരളീയ സമൂഹത്തിൻ്റെ നന്മലാക്കാക്കിക്കൊണ്ട് പാർട്ടി എടുക്കുന്ന സമീപനത്തിൻ്റെ ഭാഗമാണ് ഈ നിയോഗം. പക്ഷേ ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ മുറിവേൽക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ മാഷിന് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്താണ്? തീർച്ചയായും അങ്ങനെ സംഘർഷം ഉണ്ടാകുമ്പോൾ അത് ലഘൂകരിക്കാൻ അല്ലെങ്കിൽ ശാശ്വതമായി പരിഹരിക്കാൻ തന്നെയാണ് സംഘ നേതൃത്വവും പാർട്ടി നേതൃത്വവും പരിശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ നേരെ വന്ന ഈ ഒരു ആക്രമണത്തിന് ശേഷവും ബോധമുണർന്നതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം അതാണ്, ഇതിൻ്റെ പേരിൽ ഇനി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന്. പക്ഷേ ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നത് വിസ്മരിക്കുന്നില്ല. പൊതുവെ ഇപ്പോൾ കണ്ണൂരും കേരളവും ശാന്തമായി എന്നുള്ള ഒരു പ്രതീതിയുണ്ട്. അത് ഇനിയിപ്പോൾ കൂടുതൽ നല്ല രീതിയിലേക്ക് കൂടുതൽ ശാന്തമാവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും കൂടുതൽ ശാന്തമാകേണ്ടത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്. കാരണം ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് തികച്ചും സമാധാനപൂർണ്ണമായ ശാന്തമായ സൗഹൃദം നിലനിൽക്കുന്ന ഒരന്തരീക്ഷത്തിലാണ് കൂടുതലായി സംഘത്തിനും ബി.ജെ.പിക്കും മുന്നോട്ട് പോകാൻ സാധിക്കുക. അതുകൊണ്ട് സമാധാനം ഉണ്ടാക്കേണ്ടത് പ്രാഥമികമായി ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ, ഈ ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങൾ ഇനി എപ്പോഴെങ്കിലും സംജാതമാവുകയാണെങ്കിൽ, ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കാനുള്ള സത്വരമായ ചടുലമായ നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്, വ്യക്തിപരമായി എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഒട്ടേറെ വർഷക്കാലത്തെ പ്രവൃത്തി പരിചയവുമായാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകാനായി തയ്യാറായി നിൽക്കുന്നത്. നമ്മുടെ നാടിന് പുതിയ വികസന കാഴ്ചപ്പാടുകൾ ഉണ്ടാകും, അതിന് ശക്തി പകരുന്ന നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. കണ്ണൂരിൽ നിന്ന് ജസ്റ്റിൻ മാത്യുവിനൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.